നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഇത് ശനിയാഴ്ച രാത്രി തന്നെ ഞാൻ തൈര് സാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോറിൽ പാലും തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ ചോറാക്കി വെച്ചിരുന്നു. വെള്ളരിയാണ് വെച്ചിരുന്നത്. പിന്നെ അതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി അതിലേക്ക് ഉഴുന്നും കടുകും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതൊന്നായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ചുമന്ന മുളകും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ നേരെ ചോറിലോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ മേളിലേക്ക് തന്നെ ഇതിനകത്ത് ഉള്ളിയും അങ്ങനെയൊന്നും ഇതിൻ്റെ കൂടെ വേറെ ഉള്ളി അങ്ങനെയൊന്നും ചേർക്കത്തില്ല, കാരണം രാത്രി നമ്മൾ വെച്ചേക്കുന്നുണ്ട് കേട്ടോ. പീനാക്കി വെച്ചതിന് ശേഷം നാളെ രാവിലെ എടുത്ത് ഇത് അടച്ച് മൂടി വെച്ച് കഴിയുമ്പോൾ രാവിലെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് സെറ്റായിട്ടിരിക്കും കേട്ടോ. അത് ഉച്ചത്തേക്കാണ്. ഇത് പിന്നെ ഞായറാഴ്ച രാവിലെ ആണ് കേട്ടോ. ഞായറാഴ്ച ഉച്ചത്തേക്ക് കഴിക്കാനാണ് ഞാനത് ശരിയാക്കി വെച്ചിരുന്നത്. പിന്നെ ചെറുപയർ തോരനായിട്ടുണ്ട്. ഇപ്പുറത്ത് നൂഡിൽസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സവാള വഴറ്റി അതിലേക്ക് ക്യാരറ്റും ക്യാബേജും കൂടെ അരിഞ്ഞ് ചേർത്ത് ചോപ്പറിൽ ചോപ്പ് ചെയ്താണ് ചേർത്തത്. അത് നന്നായിട്ടൊന്ന് വെന്ത് വഴണ്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ചെറുജീരകത്തിൻ്റെ പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ആ പച്ചമണം മാറിക്കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് നൂഡിൽസിൻ്റെ മസാല ചേർത്ത് കേട്ടോ. അതിൻ്റെ കൂടെ കിട്ടുന്ന മസാല ചേർത്ത് അതിലേക്കൊരു 3 മുട്ട, അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പോൾ ഈ കഷ്ണത്തിനൊക്കെ പച്ചക്കറിക്ക് അതിന് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ അത് മിക്സ് ചെയ്യുന്നതൊന്നും എടുക്കാൻ വിട്ടുപോയി. അപ്പോഴത്തേക്ക് അച്ചു കഴിക്കാൻ വന്നു. അവനെടുത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞപ്പം ഞായറാഴ്ച ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ ഫ്രണ്ടിലെ റൂമിൽ ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ ഈ ഒരു തീമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തൊരു വ്യത്യാസം മുറിക്ക് വരും. അപ്പോൾ നമുക്ക് കണ്ട് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇതെല്ലാം എടുത്തൊന്ന് അലക്കണമല്ലോ, കുഷ്യൻ കവറും എല്ലാം എടുത്തൊന്ന് അലക്കണമല്ലോ. അപ്പോൾ ഞാനിതെല്ലാം ഓൺലൈനായിട്ട് മേടിക്കുന്നതാണ്. കർട്ടനാണെങ്കിലും അതുപോലെ കുഷ്യൻ കവറാണെങ്കിലും എല്ലാം ഓൺലൈനാണേ. പിന്നെ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോ അങ്ങനെ എല്ലായിടത്തുനിന്നും മേടിക്കും. ഏതാണ് എനിക്ക് വില പറ്റുന്നത് എന്ന് വെച്ചാൽ അത് നോക്കിയിട്ടാണ് മേടിക്കുന്നത്. മിക്കവാറും കർട്ടൻ ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് ഓൺലൈനായിട്ട് തന്നെയാണ് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ എല്ലാം അങ്ങനെ പ്രോഡക്റ്റ്സ് മിക്കവാറും ഞാൻ ഇങ്ങനെ ഓൺലൈനായിട്ടാണ് മേടിക്കുന്നത്. വളരെ കുറച്ചാണ് ഞാൻ വീടിൻ്റെ പുറത്ത് അധികം ഞാൻ പോകാത്തതുകൊണ്ട് എനിക്കിതാണ് സൗകര്യം. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഇനി കാണാം കേട്ടോ.
സെറ്റിയുടെ കവറിൻ്റെ താഴെയെല്ലാം ഞാൻ അതിന് പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ടാഗ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് വലിച്ച് കെട്ടിയിട്ടേ ഞാൻ ഇടത്തുള്ളൂ, അല്ലെങ്കിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കും, ആരെങ്കിലും വന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അത് തെന്നി മാറുമല്ലോ. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തപ്പോഴത്തേക്കും കുഞ്ഞ് വന്നു. അവൾ വന്നിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം അതിൻ്റെ ഇടയിലൊക്കെ നിന്നിട്ട് പിന്നെ ആ കിളികളുടെ മണ്ടയ്ക്കോട്ട് ചാടിക്കയറി പോയിട്ടുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് ഓൺ ചെയ്ത് വിട്ടു കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ച് യുറേക്ക ഫോബ്സിൻ്റെ റോബോയാണ്. ഇത് ഭയങ്കര ഉപകാരം കേട്ടോ. ഇത് ഇങ്ങനെ നല്ല പൊടിയും നന്നായിട്ട് തൂത്തെടുക്കും. പിന്നെ മൂലയ്ക്കൊക്കെ നമ്മളൊന്ന് അടിച്ചു കൊടുത്ത് വിട്ടാൽ മതി, ബാക്കി കംപ്ലീറ്റ് അത് ക്ലീൻ ചെയ്ത് തരും. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടെ താഴെ മാറ്റും ഒക്കെ വിരിച്ചിട്ടു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ റൂം ഇപ്പം ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ലുക്ക് കേട്ടോ. ഇപ്പോൾ കുഷ്യൻ കവറും എല്ലാം ഏകദേശം ഒരേ കളറിലൊക്കെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് 18x18 ആയതുകൊണ്ട് ഇച്ചിരി വലിയ കുഷ്യനാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ആമസോണിൽ നിന്നാണ് ഞാനത് മേടിച്ചത് കേട്ടോ. പിന്നെ ഇവിടെ വാൾപേപ്പർ ഒട്ടിച്ചിരിക്കുന്നതും അവിടെ വെച്ചിരിക്കുന്ന എന്ത് സാധനമുണ്ടോ അതെല്ലാം ഈ പറഞ്ഞ പോലെ ഓൺലൈൻ സാധനങ്ങളാണ് കേട്ടോ. തൂക്കിയിട്ടിരിക്കുന്നതും ആ ഒരു 2 ലീഫ് 2 സൈഡിലായിട്ട് ഇതേ പച്ച കളറിൽ കാണുന്നില്ലേ, അത് മണി പ്ലാന്റിൻ്റെ വള്ളി പോലെ, അത് മാത്രമേ ഉള്ളൂ ആർട്ടിഫിഷ്യൽ. മറ്റേ സൈഡിൽ ഇരിക്കുന്നത് ഒറിജിനലാണ് കേട്ടോ, ചെടി. പിന്നെ ഇത് ഇന്ന് രാവിലത്തെയാണ് കേട്ടോ. അപ്പോൾ 3 ദിവസമായി, ശനി ഞായർ, ഇന്നലത്തെ തിങ്കൾ. അപ്പോൾ തിങ്കൾ വരെയുള്ള വിശേഷമാണ്. എൻ്റെ ഇടയിൽ കുഞ്ഞ് ഓടി അപ്പുറത്തെ വീട്ടിലോട്ട് പോയ കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ രാവിലെ വിനോട്ടിനെ പോകാൻ വേണ്ടിയിട്ട് ചോറെല്ലാം ശരിയാക്കി കൊടുത്തു വിട്ടു. പിന്നെ രാവിലത്തെ പാചകമൊന്നും ഞാൻ വീണ്ടും എടുത്തില്ല. കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കി പെട്ടെന്നാണ് കൊടുത്തു വിട്ടത്. കാരണം കഴിഞ്ഞ ദിവസം തൈര് സാധമായിരുന്ന കാരണം കറികൾ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ചെറുപയർ തോരൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കി കറികളൊക്കെ ആക്കിയിട്ട് വിനോട്ടിന് കൊടുത്തു വിട്ടു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മുറ്റത്തേക്കൊന്നിറങ്ങി ചെടികളൊക്കെ ഒന്ന് നോക്കിയത്. അപ്പം മുറ്റം ഇപ്പം മറ്റേ ആ ഒരു ചെടി അവിടെ വെട്ടിക്കളഞ്ഞതിന് ശേഷം മുറ്റത്ത് ഇലകളോ അങ്ങനെ പൂവോ അങ്ങനെ ഒന്നും വീഴാനില്ലല്ലോ ഇപ്പം. അത് കാരണം മുറ്റം എപ്പോഴും വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ വന്ന് ഞാൻ ഇതൊക്കെ നോക്കിയപ്പോഴാണ് കണ്ടത് ഈ ഒരു ചെടി, അതായത് ബ്രോക്കൺ ഹാർട്ടിൻ്റെ ലീഫെല്ലാം ഇങ്ങനെ എന്തോ പ്രാണി കടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതിനുള്ള മരുന്ന് സ്പ്രേ ചെയ്യണം. അപ്പോഴത്തേക്ക് കുഞ്ഞി ഓടി വന്നു. വിനോട്ടൻ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ വന്നു. പിന്നെ അവളെയും കൂടെ ഒന്ന് എടുത്തിട്ട് കുറച്ചുകൂടെ മുറ്റത്തൂടെയൊക്കെ നടന്നു. അപ്പം എന്തെങ്കിലും വെട്ടിയൊക്കെ കളയാനുള്ളത് ഞാൻ ഈ സമയത്താണ് കട്ട് ചെയ്ത് കളയുന്നത് കേട്ടോ. പൂ വന്ന് കൊഴിഞ്ഞതും പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും മുരടിപ്പ് അങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ ഞാനിങ്ങനെ നടന്ന് നോക്കുമ്പോൾ കാണുമ്പോഴാണ് വെട്ടിക്കളയുന്നത്. ഇനിയിപ്പോൾ ആ ഒരു സൈഡ് കംപ്ലീറ്റ് എടുത്ത് മാറ്റിയിട്ട് വേറെ ചെടികളൊക്കെ വെക്കണം എന്നാണ് വിനോട്ടൻ പറയുന്നത്. അപ്പോൾ അതിങ്ങനെ പ്ലാനിങ് ആണ്, ഏത് ചെയ്യണം. രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ അതൊരു തർക്കത്തിലിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്. വിനോട്ടൻ അവിടെ പുല്ല് വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം അവിടെ കൊണ്ടുവരണം. ആ ഒരു ഭാഗം അത്ര ഞങ്ങൾക്ക് 2 പേർക്കും ആ ഒരു ഭാഗം ഒരു ഭംഗിയായിട്ട് തോന്നുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്